നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പുതിയ സ്കോളർഷിപ്പ് സ്കീം ഇൻട്രൊഡ്യൂസ് ചെയ്യാനാണ്. സെൻസഡൈൻ IDA ഷൈനിങ് സ്റ്റാർ സ്കോളർഷിപ്പ്. ഇതൊരു പ്രത്യേക കോഴ്സ് പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമുള്ളൊരു സ്കോളർഷിപ്പാണ്. സെൻസഡൈൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ടൂത്ത് പേസ്റ്റിനെ കുറിച്ച് ഓർമ്മ വരുമല്ലോ. അതെ, ഇത് ഇന്ത്യയിൽ ബാച്ചിലർ ഓഫ് ഡെന്റൽ സർജറി പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു സ്കോളർഷിപ്പ് സ്കീമാണ്. ആർക്കൊക്കെയാണ് ഇത് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇത് ഓൾ ഇന്ത്യ ബേസിസിൽ നൽകുന്ന ഒരു സ്കോളർഷിപ്പ് സ്കീമാണ്. ഇത് അപ്ലൈ ചെയ്യേണ്ട സ്റ്റുഡൻസ് ഫസ്റ്റ് ഇയർ ബാച്ചിലർ ഓഫ് ഡെന്റൽ സർജറി, അതായത് BDS പഠിക്കുന്ന സ്റ്റുഡൻസ് ആയിരിക്കണം. ഇത് കൂടാതെ അവരുടെ പ്രീവിയസ് ക്വാളിഫയിങ് എക്സാമിനേഷൻ, അതായത് ഹയർ സെക്കൻഡറി എക്സാമിനേഷനിൽ മിനിമം 60% മാർക്കെങ്കിലും സ്കോർ ചെയ്തിട്ടുണ്ടാവണം. ഇത് കൂടാതെ അവരുടെ ഫാമിലിയുടെ ആനുവൽ ഇൻകം 8 lakhsോ അതിൽ താഴെയോ ആയിരിക്കണം. ഗവൺമെന്റ് കോളേജസിലോ ഗവൺമെന്റ് എയ്ഡഡ് കോളേജിലോ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഇത് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയാസ് എല്ലാം ഫുൾഫിൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാനായിട്ട് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ പ്രീവിയസ് അക്കാഡമിക് ഇയറിന്റെ മാർക്ക് ലിസ്റ്റ്, ഇത് കൂടാതെ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഐഡന്റിറ്റി പ്രൂഫ്, അതായത് നിങ്ങളുടെ ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, വോട്ടേഴ്സ് ID കാർഡ്, അങ്ങനെ ഗവൺമെന്റ് ഇഷ്യൂ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ID കാർഡ് വേണം. അടുത്ത നിങ്ങളുടെ ഫാമിലിയുടെ ആനുവൽ ഇൻകം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വേണം. അത് നിങ്ങളുടെ കോമ്പീറ്റന്റ് അതോറിറ്റിയിൽ നിന്ന് വാങ്ങുന്ന ഒരു സർട്ടിഫിക്കറ്റോ അതല്ലെങ്കിൽ EWS സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ടാക്സ് റിട്ടേണിന്റെ കോപ്പിയോ എന്തെങ്കിലും പ്രൂഫായിട്ട് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് സ്റ്റുഡന്റിന്റെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും വേണം. ഇതൊക്കെയാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട ഡോക്യുമെന്റ്സ്. ഈ സ്കോളർഷിപ്പിന് നിങ്ങൾ ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈൻ അപ്ലൈ ചെയ്യാനുള്ള സൈറ്റ് buddyforstudy.com എന്ന സൈറ്റാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇത് കൂടാതെ നിങ്ങൾക്ക് ലഭിക്കുന്ന സ്കോളർഷിപ്പ് എമൗണ്ട് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നിങ്ങൾക്ക് ലഭിക്കുന്നത് 1,05,000 rupees ആണ് പെർ ഇയർ സ്കോളർഷിപ്പ് എമൗണ്ട് ആയിട്ട് ലഭിക്കുന്നത്. ഇത് ത്രൂ ഔട്ട് ദ കോഴ്സ് പീരീഡ്, അതായത് നിങ്ങൾ 4 വർഷത്തെ കോഴ്സാണ് പഠിക്കുന്നതെങ്കിൽ ഈ 4 വർഷവും നിങ്ങൾക്ക് 1,05,000 rupees വെച്ച് കിട്ടും. ഇത് നിങ്ങളുടെ ട്യൂഷൻ ഫീസ്, ഹോസ്റ്റൽ ഫീസ്, ഫുഡ്, ഇന്റർനെറ്റ് ഫീസ്, ട്രാവലിംഗ് എക്സ്പെൻസസ്, ബുക്സും സ്റ്റേഷനറി വാങ്ങുന്നതിന് എല്ലാ എക്സ്പെൻസസിനുമായിട്ട് നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്ക് 4 വർഷവും കിട്ടുമെന്ന് പറഞ്ഞല്ലോ. നിങ്ങളെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ സെക്കൻഡ് ഇയറോടെയും കുറച്ച് ഡോക്യുമെന്റ്സ് ഇവർക്ക് സബ്മിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് സബ്സിക്വന്റ് ഇയേഴ്സിൽ ഈ സ്കോളർഷിപ്പ് തുടർന്നും ലഭിക്കുകയുള്ളൂ. അത് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ഇതിന് തൊട്ട് മുന്നേ എഴുതിയ എക്സാമിന്റെ ഗ്രേഡ് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. ഇത് കൂടാതെ നിങ്ങളുടെ കോളേജിൽ നിന്ന് നിങ്ങൾ ഒരു കോണ്ടാക്ട് സർട്ടിഫിക്കറ്റും കൂടി സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇത് നോക്കിയിട്ടാണ് നിങ്ങളെ അവർക്ക് അടുത്ത സബ്സിക്വന്റ് ഇയറിലേക്ക് സ്കോളർഷിപ്പിന് എലിജിബിൾ ആണോ അല്ലേ എന്ന് നോക്കുന്നത്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം കാൻഡിഡേറ്റ്സിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതായത് നിങ്ങളുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ നിങ്ങളുടെ അക്കാഡമിക് മെറിറ്റും വെച്ചിട്ടാണ് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നത്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട കാൻഡിഡേറ്റ്സിന്റെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ഉണ്ടാവും. അതിനുശേഷം ഒരു ടെലിഫോണിക് ഇന്റർവ്യൂ ഉണ്ടാവും. ആ ഇന്റർവ്യൂ കൂടി നിങ്ങൾ പാസ്സാവുകയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പിന് എലിജിബിലിറ്റി ഉണ്ടാവുക. നിങ്ങൾക്ക് കിട്ടുന്ന സ്കോളർഷിപ്പ് എമൗണ്ട് ഇയർലി ബേസിസിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് അവർ ട്രാൻസ്ഫർ ചെയ്ത് തരും. അപ്പോൾ ഓർക്കുക, ഇത് ഗവൺമെന്റ് കോളേജിലോ അതല്ലെങ്കിൽ ഗവൺമെന്റ് എയ്ഡഡ് കോളേജസിലോ BDS ഫസ്റ്റ് ഇയർ പഠിക്കുന്ന സ്റ്റുഡൻസിനാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് November 30th ആണ്. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ നിങ്ങൾ ഇനി November 30th ശേഷമാണ് ഇത് അപ്ലൈ ചെയ്യാൻ നോക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് November 30th ആണ് ലാസ്റ്റ് ഡേറ്റ്, അതുകൊണ്ട് ഡേറ്റ് കഴിഞ്ഞു പോയെന്ന് വിചാരിക്കരുത്. നിങ്ങൾ എപ്പോഴും എൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറിയിട്ട് എൻ്റെ ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടോ എന്നൊന്ന് കൺഫേം ചെയ്യുക. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പോൾ നിങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 30th ശേഷം ഇതിന് എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ബഡി ഫോർ സ്റ്റഡി എന്നുള്ള വെബ്സൈറ്റിലൂടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും റിക്വയർഡ് ഡോക്യുമെന്റ്സ് എല്ലാം കയ്യിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഈ സ്കോളർഷിപ്പ് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. വീണ്ടും അടുത്തൊരു എഡ്യൂക്കേഷൻ കണ്ടന്റുമായിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. Until then, bye from team Amazing Academics.